ട്രെൻഡിൽ സെറ്റാവാതെ ഫ്യൂച്ചറിൽ സെറ്റാവാം, അതും കരിയർ സ്വിച്ചിങ് ഇല്ലാതെ. +2 കഴിഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികളുടെ ട്രെൻഡാണ് ഒന്നെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ. എഞ്ചിനീയറിങ്ങിന് പോകുന്നവരുടെ എണ്ണം കൂടുന്നു, പ്ലസ് ഡ്രോപ്പ് ഔട്ട് ആവുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു. ഇതൊന്നുമല്ല, ആക്ച്വറിയൽ സയൻസ്, ആസ്ട്രോഫിസിക്സ്, റേഡിയോ ഫിസിക്സ്, മിമ്മ് പോലെയുള്ള ഹൈവേ എഞ്ചിനീയറിംഗ്, ഗ്രീൻ എനർജി എഞ്ചിനീയറിംഗ് പോലെയുള്ള ഒരുപാട് തൊഴിൽ മേഖലകൾ നമ്മുടെ മുന്നിൽ ഓപ്ഷൻസ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്നുമല്ല എങ്കിൽ ഒരു സോഷ്യൽ ഹൈറ്റ്സിനെ കുറിച്ച് നമുക്ക് ചിന്തിച്ചുകൂടെ? സിവിൽ സർവീസ്, IAS മുതൽ RPF വരെ നീളുന്ന ആ ഒരു പട്ടിക. നമ്മുടെ കുട്ടികളുടെ ഇൻട്രസ്റ്റ്, പാഷൻ അതെന്താണെന്ന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ കരിയർ ഓപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമാണ് അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട പഠന മേഖലയും തൊഴിൽ മേഖലയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കരിയർ സ്വിച്ചിങ് ഒഴിവാക്കാനും സാധിക്കും. ഞാൻ സെബാസ്റ്റ്യൻ ആന്റണി, വിദ്യാഭ്യാസ വിദഗ്ധൻ. കഴിഞ്ഞ 18 വർഷത്തിലധികമായി ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഡു ഫോളോ അവർ പേജ്, ബി വിത്ത് സെബാൻ. Have a bright future.